ശ്രീ മജീദ്, അതാണ് ഒരുപക്ഷെ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ പ്രത്യേകമായ ഒരു സാഹചര്യമുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ആരാണ് അതിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് എന്നതിലടക്കം വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ തലാലിൻ്റെ കുടുംബം തന്നെ ഈ ദിയാദനം സ്വീകരിക്കാൻ തയ്യാറായാൽ പോലും ആ പ്രദേശത്തെ ഗ്രാമത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത് വലിയ തോതിൽ എതിർപ്പുകൾ ഉണ്ടാക്കിയേക്കാം. അത്തരം സംശയങ്ങളൊക്കെ നിരവധിയാണ്. അപ്പോഴും ഈ ഇടപെടലുകൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നേരത്തെ തന്നെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതാണ്. പക്ഷേ അതിനകത്ത് നിന്ന് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് സുഭാഷ് തന്നെ അക്കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റ് പലരുടെയും പ്രതികരണങ്ങൾ ഉൾപ്പെടെ സാമുവൽ, ദീപ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പ്രതികരണങ്ങൾ അതൊക്കെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ആണ്. ഇവിടെ നമുക്ക് ടെക്നിക്കലി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം തന്നെയാണ് ഒഫീഷ്യലായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴും കാന്തപുരം നടത്തിയിട്ടുള്ള ഇടപെടൽ അത് വലിയ തോതിൽ ആശ്വാസം നൽകുന്ന ഒന്നായി മാറിയിരുന്നുവെന്നും ഈ വധശിക്ഷ മാറ്റിവെച്ചതിൽ നിർണായകമായ പങ്ക് അദ്ദേഹത്തിനുണ്ട് എന്നുകൂടിയാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇപ്പോഴും ഈ സൂഫി പണ്ഡിതരുമായും ഒക്കെയുള്ള ചർച്ചകൾ ആ നിലയിൽ തുടരുന്നുണ്ടോ? താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീ ചാണ്ടി ഉമ്മന്റെ നിർദ്ദേശപ്രകാരം ഉസ്താദ് അദ്ദേഹത്തിന്റെ അവിടെയുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ അത് അവിടെയുള്ള നേരത്തെ നമുക്ക് കുറവുള്ള ഒരുപാട് മാറി മാറിയിട്ട് അവിടെയുള്ള തന്റെ വ്യക്തിപരമായ ബന്ധങ്ങളും അവിടെയുള്ള അറിവുകളും വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു സേവന പ്രവർത്തനമാണ്, ഒരു മാനുഷിക പ്രവർത്തനമാണ്. അത് അദ്ദേഹം ചെയ്തു. ഒരിക്കലും ഒരു പക്ഷേ ഏത് ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആരുടെയും ക്രെഡിറ്റ് അവകാശപ്പെടാനോ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി ഒരു ക്രെഡിറ്റ് കിട്ടാനോ ചെയ്തതല്ല എന്ന് ഏത് മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെയുള്ള തന്റെ ബന്ധങ്ങളെ ഈ ഒരു വിഷയത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നതാണ് അദ്ദേഹം അതിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അത് അദ്ദേഹം തുറന്നു പറഞ്ഞതുമാണ്. എനിക്ക് അവിടെയുള്ള ഗോത്രവർഗക്കാരുമായും ആ ഗോത്രവർഗക്കാരുടെ സ്വാധീനിക്കാൻ കഴിയുന്ന ഉമർ ഹഫീദുമായുള്ള ബന്ധം, ആ ബന്ധമാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയത് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്. ഈ ബന്ധത്തെ ആരും നിഷേധിക്കാൻ കഴിയില്ല എന്നതും വളരെ ശരിയായ ഒരു സംഗതിയാണല്ലോ. കാരണം അത് ഈ വധശിക്ഷ മാറ്റിവെച്ച മരവിപ്പിച്ച ഉത്തരവിന്റെ കോപ്പി അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരും പരിശ്രമിച്ചിട്ടില്ല എന്നോ പരിശ്രമിക്കുന്നവരാരും ഇല്ല എന്നൊന്നും കാന്തപുരം ഉസ്താദിന്റെ ഒരു ഭാഗത്തു നിന്ന് പറയുന്ന കാര്യവുമല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാന വിഷയമല്ല. ഈ അവസാന നിമിഷത്തിൽ വെച്ച് ഇതിനെ ഒരു പരിസമാപ്തിയിൽ എത്തിക്കാൻ തന്നെ കൊണ്ടാവുന്നത് ചെയ്യുക എന്നതാണ് കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലപാട്. അതിന് വിഘാതമായി അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നു എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരിമിതി ഇവിടെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അവിടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സെന്ററോ അങ്ങനെയുള്ള ഒരു നീക്കത്തിന് പറ്റുന്ന സാഹചര്യങ്ങളോ അവിടെ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സംവിധാനത്തിനോ ഇല്ല എന്ന് സുപ്രീം കോടതിയിൽ വരെ കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ്. എന്നാലും മറ്റു മാർഗങ്ങൾ ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ആരായിട്ടുണ്ടാകാം, പരിശ്രമിച്ചിട്ടുണ്ടാകാം. ആരും പരിശ്രമിക്കുന്നില്ല എന്നതൊന്നും കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു നിലപാടിന്റെ ഭാഗമല്ല. ഇവിടെ മനുഷ്യത്വപരമായി മാനവികമായ തന്റെ ഒരു മൂല്യങ്ങളെ, ഇസ്ലാം മതത്തിലുള്ള മൂല്യങ്ങളെയും ഇസ്ലാം മതത്തിലെ നിയമങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ദയാദനം സ്വീകരിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ ആ സമൂഹം അല്ലെങ്കിൽ അവിടുത്തെ കുടുംബക്കാര് അവര് ഒരു മാപ്പ് നൽകിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വകുപ്പുണ്ട് ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം എന്ന നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആ നിയമത്തെ ഉപയോഗപ്പെടുത്തി അവിടെയുള്ള ഗോത്രവർഗക്കാരും കുടുംബക്കാരുമായി സംസാരിക്കാനുള്ള തനിക്കുള്ള ഒരു ബന്ധങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നതാണ്. ഇപ്പൊ നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഉപയോഗപ്പെടുത്തി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെ അതിന് വിഘാതം നിൽക്കുന്ന രൂപത്തിൽ അവിടെയുള്ള ഈ തലാലിന്റെ കുടുംബക്കാരുടെ പ്രൊഫൈലുകളിലും അല്ലെങ്കിൽ വാട്സപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെ ഇടപെടുന്ന ഒരു രീതി നമ്മളൊക്കെ കണ്ടു കഴിയുന്നതാണ്. അതൊരു പക്ഷേ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു മനുഷ്യ ഹൃദയമുള്ള ആളുകൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യങ്ങളുടെ നീക്കങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് തടയിടുന്നതുമല്ല. അദ്ദേഹം അത് ഒരു മൈൻഡ് ചെയ്യുന്ന ആളുമല്ല. അദ്ദേഹം പരിശ്രമിക്കും, കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. തന്നാലാവത് എന്ത് വന്നാലും ചെയ്യുന്ന ധീരമായ ഒരു നിലപാടുള്ള ഒരു മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന
ഒരു നിലപാടുകാരനാണ് കാന്തപുരം ഉസ്താദ് എന്നതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്കൊന്നും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ടോ ഇനി ക്രെഡിറ്റ് അവകാശപ്പെടാതെ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നതായോ ആളുകളെ അവഗണിച്ചുകൊണ്ട് അവരെ മൈൻഡ് ചെയ്യാതെ തന്നെ കൊണ്ടാകുന്നതുമായി മുന്നോട്ട് പോവുക എന്ന നിലപാടിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉള്ളത് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി, അവിടെ ശ്രീ മജീദ്, ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വധശിക്ഷ മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇനി അടുത്ത നീക്കങ്ങൾ എന്നത് സങ്കീർണമാണ് എന്ന് തന്നെയാണോ മനസ്സിലാകുന്നത്? ഈ തുടർ ചർച്ചകളും ഇതേ മട്ടിൽ തന്നെയാണോ പുരോഗമിക്കുന്നത്? തീർച്ചയായും. കാരണം അവിടെ നിന്ന് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ, കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ തലാലിന്റെ കുടുംബത്തിനെ അനുനയിപ്പിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായ വശം. അതെല്ലാവർക്കും അറിയാം. അതെ, ആ കുടുംബത്തിലെ എല്ലാവരെയും, കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തെ മാത്രം അദ്ദേഹം മാത്രം സമ്മതിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇത്. കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും അനുനയിപ്പിച്ചുകൊണ്ട് അവർ മാപ്പ് കൊടുക്കുന്നു, ഒരു പക്ഷേ സ്വമേധയാ മാപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവര് ദിയാമണി സ്വീകരിച്ചുകൊണ്ട്, മണി സ്വീകരിച്ചുകൊണ്ട് അവരിതിനെ മാപ്പ് കൊടുക്കുന്നു എന്ന ഒരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു സ്റ്റെപ്പ് ഇതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ശരി, ഞാൻ അവിടെ ഒന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലടക്കം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിന്റെ പ്രതികരണം എന്നത് പ്രധാനമായും സഹോദരൻ അബ്ദുൽ ഫത്താ മഹ്ദിയുടേതായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ അബ്ദുൽ ഫത്താ മാത്രമല്ല, കൂടുതൽ കുടുംബാംഗങ്ങൾക്കും വധശിക്ഷ നടപ്പിലാക്കണമെന്ന ആവശ്യം ആണ് എന്നാണോ? അത്തരം കാര്യങ്ങളിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് അവസാനമായ ഒരു വാക്ക് പറയാറായിട്ടില്ല. കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നത് നമുക്ക് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ മിഥുൻ വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ നമ്മൾ ശരി, ശ്രീ മജീദ്, ഞാൻ തിരികെ എത്താം. ശ്രീ മിഥുൻ, ഇതായി